നിങ്ങളൊക്കെ മനുഷ്യരാണോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ ചോദിച്ച് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? പൈസ തിരിച്ചു കിട്ടും. എന്നാലും ഇതൊക്കെ നമ്മളെ പൊട്ടനും പൊട്ടിയാക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ. പൈസ ഉണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഞാൻ കൊടുക്കും? മാലമാരുടെ കീയും കൊണ്ട് ഭർത്താവ് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? പാവം, ശരി അലമാറയിൽ പൈസ ഉണ്ടല്ലോ, ഭർത്താവ് വന്നാൽ നമുക്ക് തരുമല്ലോ എന്ന് പറഞ്ഞ് 3000 രൂപ കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഭർത്താവ് വരും, അപ്പം തരാം, വന്ന് എപ്പോൾ തരണോ അലമാര തുറക്കുക, പൈസ തരിക, അത്രയേ ഉള്ളൂ പണിയെന്ന് പറഞ്ഞത്. വാങ്ങാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ ഇന്ന് കാലത്ത്. പാവപ്പെട്ടവനായാലും ശരി, മിഡിൽ ക്ലാസ് ഫാമിലി ആയാലും ശരി, ഹൈ ക്ലാസ് ഫാമിലി ആയാലും ശരി, ലോ ക്ലാസ് ഫാമിലി ആയാലും ശരി, എല്ലാവർക്കും കടം ഉണ്ടാകും. കടം ഇല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും തോന്നുന്നു. പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ, ഞാൻ ഇന്നുവരെ കടം വാങ്ങിയിട്ടില്ല. അത് എൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടായിട്ടോ ഞാൻ വലിയ പൈസക്കാരിയായിട്ടോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഒരു ലൈഫിൽ ഒരു പ്രിൻസിപ്പിളാണ്, ഞാൻ 5 പൈസ കടം വാങ്ങില്ല എന്നുള്ളത്. കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഈ കടം വാങ്ങുന്നവർക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു എപ്പോഴും ഒരു വിഷമം ഉണ്ടാവും അല്ലേ. മറ്റുള്ളവരുടെ പൈസ എൻ്റെ കയ്യിലുണ്ട്, മറ്റുള്ളവരുടെ പൈസ എൻ്റെ കയ്യിലുണ്ട്, അത് കൊടുക്കണം എന്നുള്ള വിചാരം എപ്പോഴും അവരുടെ മനസ്സിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണോ എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത പോലും എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് നമ്മളുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. നമുക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റില്ലായിരിക്കാം. എനിക്കത് ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. പിന്നെ എങ്ങനെ ഞാൻ ഉറങ്ങുന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ അംബാനി മുതൽ പൈസ വാങ്ങുന്നുണ്ട് അല്ലേ. അംബാനി വരെ കോടിക്കണക്കിന് ലോൺ എടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പല ആവശ്യത്തിനും വേണ്ടിയിട്ട് അല്ലേ. ഉണ്ടാവുമോ എന്തോ എനിക്കറിയില്ല കേട്ടോ, ഉണ്ടാവും എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്കാരും ലോ ക്ലാസ് ഫാമിലിക്കാരും എന്തായാലും കടം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കടം ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ കടം വാങ്ങുന്നതൊക്കെ കൊള്ളാം, കടം കൊടുക്കുന്നതും കൊള്ളാം. പക്ഷേ ഈ കൊടുക്കുന്നവന് കടം തിരിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം. പലരും കടം വാങ്ങാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ, നമ്മളോട് ഭയങ്കര സന്തോഷത്തിലും ഭയങ്കര സ്നേഹത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ നമ്മളോട് കടം വാങ്ങാൻ വരിക. കടം വാങ്ങിയ ശേഷം എപ്പോഴെങ്കിലും നിങ്ങളെ അവർ വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കടം വാങ്ങിയ ശേഷം നിങ്ങളെ വിളിക്കാറുണ്ടോ? ഒരാഴ്ച കഴിഞ്ഞാലും വിളിക്കില്ല, 2 ആഴ്ച കഴിഞ്ഞാലും വിളിക്കില്ല, 1 മാസം കഴിഞ്ഞാലും വിളിക്കില്ല. എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മൾ അത്രമാത്രം ക്ലോസ് ആയിട്ടുള്ളവർ പോലും നമ്മളെ വിളിക്കാറില്ല. ഇനിയിപ്പോൾ അവർ വിളിക്കാതെ പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങോട്ട് തിരിച്ചു വിളിച്ചാലോ അവർ ഫോൺ എടുക്കാറുമില്ല. അഥവാ ഫോൺ എടുത്താൽ തന്നെ പറയും പിന്നെ അവരുടെ വോയിസൊക്കെ മാറും കേട്ടോ. അപ്പം നമ്മളോടുള്ള അധികാരത്തിൻ്റെ സ്വരമായിരിക്കും. നമ്മൾ കടക്കാരനുമായി അവർ പൈസക്കാരുമായി. അവരോട് നമ്മൾ പൈസ കടം വാങ്ങുന്നത് പോലെയാണ് പിന്നെ അവരുടെ സംസാരം, നമ്മളോടുള്ള സംസാരം. ഇപ്പം പൈസയൊന്നുമില്ല, പൈസ നോക്കട്ടെ കേട്ടോ, ഇവിടുന്ന് വരാനുണ്ട്, കിട്ടിയാൽ ഞാൻ തരാം കേട്ടോ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് അവർ പറയുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ കടം വാങ്ങാൻ ആഗ്രഹിക്കാത്ത ആളാണ്. വേറൊന്നുമില്ല. കടം വാങ്ങിയാൽ നമ്മൾക്കൊന്നും അത് ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നീ കൊടുക്കാനേ പ്ലാൻ ഇല്ലാത്തവർക്ക് ഉറക്കം വരുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ അവർക്കൊക്കെ അതൊരു ശീലമായിട്ടുണ്ടാവും. കടം വാങ്ങി ശീലിച്ചവർക്ക് ചിലപ്പോൾ കൊടുക്കാൻ, എല്ലാവരോടും ഇങ്ങനെയല്ലേ, ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങും, അവരുടെ കൊടുക്കാൻ പറ്റില്ല, അപ്പം മറ്റുള്ള ഒരു ഭാഗത്തുനിന്ന് വാങ്ങും, തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ അവർ ചെയ്യുക. അപ്പോൾ അവർക്കത് പ്രാക്ടീസായിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊന്നും അത് ചിന്തിക്കാനേ പറ്റില്ല. ഈ നിമിഷം വരെ ഞാൻ വാങ്ങിയില്ല, എൻ്റെ നാളത്തെ കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഭഗവാൻ എന്താണ് വിധിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ നമ്മളുടെ കാര്യം. ഒരു മനുഷ്യന് എത്ര വലിയ കോടീശ്വരനും തകർന്ന് തരിപ്പണമാവാൻ എത്ര പെട്ടെന്ന് പറ്റും. അപ്പോൾ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥന എന്നും ഇതാണ്, ഭഗവാനെ ആരോട് 5 പൈസ ചോദിക്കാനുള്ള ഒരവസ്ഥ വരുത്തരുത്, കടം ചോദിക്കാനുള്ള ഒരവസ്ഥ വരുത്തരുത് എന്ന്. ബാങ്കിൽ നിന്ന് പോലും ഞാൻ ഇതുവരെ ലോൺ എടുത്തില്ല. ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സംഭവമുണ്ട്. എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ വെച്ചിട്ട് ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്തിനാ, ഈ ഗോൾഡ് ഒന്ന് പ്രൊട്ടക്റ്റായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വീട്ടിൽ വെക്കാൻ കുറച്ചാണെങ്കിലും, ഒരുപാടൊന്നുമില്ല, കുറച്ച് തന്നെ. അതാണെങ്കിലും നമുക്ക് വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ അത് വീട്ടിൽ വെക്കുന്നതിനേക്കാൾ സേഫാണല്ലോ ബാങ്കിൽ വെക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. ചിലപ്പോൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വരും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഗോൾഡ് ലോൺ അല്ലാതെ മറ്റൊരു ലോണിനെ കുറിച്ച് ഞാൻ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല.
എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും കഴിയുന്നതും ലോൺ എടുക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാതെ ജീവിക്കുക. അതിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം എനിക്കും പൈസ കിട്ടിയ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്തെല്ലാം ചെയ്യുക. പക്ഷെ രാത്രി ഉറക്കം വരണ്ടേ? ഇതൊക്കെ തിരിച്ചടയ്ക്കാനുള്ള കാര്യം കൂടി നമുക്ക് കാണണ്ടേ? നമ്മൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി നമ്മൾക്ക് കണ്ടേ. എനിക്ക് മാസം വാങ്ങിക്കഴിഞ്ഞാൽ മാസം മാസം അടയ്ക്കാനുള്ള ഒരു ഉറപ്പൊന്നും എനിക്കില്ല. ഇപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ എടുക്കൂല കേട്ടോ. ഈ ഒരവസ്ഥയിലേ നമ്മൾ എടുക്കണില്ല. പിന്നെ കുറച്ച് കൂടുതലൊക്കെ പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണ് എടുക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല. അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മളെ കയ്യിലുള്ള പൈസ എടുത്തു കൊടുത്തത്. നമ്മൾ ചതിക്കാൻ പാടില്ല. ഒന്നല്ലെങ്കിലും ആ ഒരു ഡേറ്റ് വരുമ്പോൾ നമ്മൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെ വിളിച്ചറിയിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ പോലും ഒരാളും ഇന്ന് വരെ എന്നോട് കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും ഞാൻ തിരിച്ച് വിളിച്ച് പൈസ നമ്മൾ ചോദിച്ചിട്ട് പിന്നെ ദേഷ്യത്തോടെ തന്ന് പിന്നെ നമ്മൾ വെറുക്കപ്പെട്ടവളായിട്ടാണ് അവരൊക്കെ കണക്കാക്കിയിരിക്കുന്നത്. പൈസ ചോദിച്ചാൽ ദേഷ്യം വന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. നമ്മൾ ചെറിയൊരു എമൗണ്ട് 1000 2000 രൂപയൊക്കെ ആണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക. അവരെ അപ്പം തന്നാലും വിരോധമില്ല എന്നുള്ളൊരു ഇതിൽ നമ്മൾ അവർക്ക് കൊടുക്കും. പക്ഷെ വലിയ എമൗണ്ട് ഒന്നും ഞാൻ ഒരാളെയും വിശ്വസിച്ച് കൊടുക്കാറുമില്ല. ഉണ്ടെങ്കിലും കൊടുക്കില്ല ഞാൻ. കാരണം എന്തിനാണ് വെറുതെ അനാവശ്യമായിട്ട് അവരുടെ ശത്രുത നമ്മൾ സമ്പാദിക്കുന്നത്? ഏതായാലും ഇനിയിപ്പോൾ തരില്ല, കൊടുക്കാതെ അവർ നമ്മളോട് വിരോധം കാണിച്ചാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളുടെ പൈസയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇത് പൈസയും കൊടുത്ത് അവസാനം നമ്മൾ ഭിക്ഷക്കാരേക്കാളും മോശമായ രീതിയിൽ അവരോട് യാചിക്കണം. ദിവസം വിളിച്ചിട്ട് തരണം, എൻ്റെ പൈസ എപ്പോൾ പൈസ തരുമെന്ന്. കാരണം നമ്മൾ അവരോട് കടം വാങ്ങിയ പോലെയാണ് നമ്മൾ പിന്നെ നമ്മളോട് കടം വാങ്ങി പോയവരോട് നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത്. എൻ്റെ പൈസ തരുമോ, എനിക്ക് അത്യാവശ്യമുണ്ട് എന്ന്. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഒരു 2 സംഭവം പറയാം. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. അടുത്ത വീട്ടിലൊരു സ്ത്രീയാണ് വന്നിട്ട് എന്നോട് ഒരു 3000 രൂപ ചോദിച്ചത് എങ്ങനെ അറിയോ? ചോദിച്ചത് ആര് വേണമെങ്കിലും എടുത്തു കൊടുക്കും കയ്യിൽ, അങ്ങനെയായിരുന്നു ചോദ്യം. ചേച്ചി, ഇത് ഹസ്ബൻഡ് ബ്യൂറോയിൽ പൈസയുണ്ട്, 10,000 രൂപയുണ്ട്. പക്ഷേ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് പുറത്ത് പോയിരിക്കണം. എനിക്കാണെങ്കിൽ അത് അവിടെ ഒരാൾ വന്ന് നിൽക്കണോ, എന്താ സംഭവം എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. 5-6 കൊല്ലമായി തോന്നുന്നുണ്ട്. ഒരാൾ വന്ന് നിൽക്കണം, അയാൾക്ക് 3000 രൂപ കൊടുക്കണം. അലമാരയിൽ പൈസ ഉണ്ടെന്നേ. എനിക്ക് എങ്ങനെ ഞാൻ കൊടുക്കും? അലമാരയുടെ കീയും കൊണ്ട് ഭർത്താവ് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് വിചാരിക്കും? പാവം, ശരി അലമാരയിൽ പൈസ ഉണ്ടല്ലോ, ഭർത്താവ് വന്നാൽ നമുക്ക് തരുമല്ലോ എന്ന് പറഞ്ഞ് 3000 രൂപ കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഭർത്താവ് വരും, അപ്പം തരാം, വന്ന് എപ്പോൾ തരണോ അലമാര തുറക്കുക, പൈസ തരിക, അത്രയേ ഉള്ളൂ പണിയെന്ന് പറഞ്ഞതാണ്. ശരി, 3000 രൂപ കൊടുത്തു. ആ ദിവസം സംഭവമില്ല. കാരണം നമ്മളെ തൊട്ടപ്പുറത്തുള്ളവരാണ്. അല്ലെങ്കിൽ ഏത് നേരം എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടി അവർ ഒരു 100 തവണ നടന്നു പോകുന്നതാണ് ആ സ്ത്രീ. അത് വാങ്ങിയതിന് ശേഷം ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ചയും ഞാൻ ആ സ്ത്രീയെ കാണുന്നില്ല കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാകാറുമില്ല. ആ സമയത്ത് എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടാവും. ഞാൻ അപ്പോൾ പാർലറിലേക്ക് പോകും. പിന്നെ വൈകുന്നേരമായിരിക്കും വരിക. അല്ലാത്ത സമയത്ത് രാവിലെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ സ്ത്രീക്കും അറിയാം രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അവർ ആവശ്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവുമായിരിക്കും. ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പൈസ കൊണ്ട് തരണം. ഞാൻ പറഞ്ഞു, ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. അപ്പോൾ എന്താ അലമാര ഭർത്താവ് വന്നില്ലേ? ഇത്രയും 3 ആഴ്ചയായിട്ട് വന്നില്ലേ? ഇപ്പോഴാണോ എത്തിയത് എന്ന് ചോദിച്ചതിന് അവർ ഒരുപാട് വർത്തമാനം പറഞ്ഞതൊന്നുമില്ല. അയ്യോ ചേച്ചി, അപ്പോഴേക്കും വേറെ കുട്ടിക്ക് സുഖമില്ലാതായി, മറ്റവർക്ക് സുഖമില്ലാതായി, അവിടേക്ക് പോയി ആ പൈസയൊക്കെ അവിടെ കൊടുത്തു. ഞാൻ കഴിഞ്ഞ ആഴ്ച പൈസയും കൊണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് വരുമായിരുന്നു 3000. അപ്പോഴേക്കും ഭർത്താവ് എവിടുന്നോ അത്യാവശ്യ പൈസക്കേ പറഞ്ഞിട്ട് ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് അത് ചേച്ചിക്ക് കൊടുക്കാനുണ്ട്, അത് ഞാൻ കൊടുത്തോളാം, പിന്നെ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് പോയി. ഇങ്ങനെയെല്ലാം പറഞ്ഞു. ഇതാണ് മനുഷ്യന്മാർ. നമ്മുടെ കയ്യിലുള്ള പൈസ പുറത്തെടുക്കണമെന്ന് അവർക്ക് എങ്ങനെയെന്ന് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ കുഴപ്പമില്ല, പൈസയൊക്കെ തിരിച്ച് കിട്ടുന്നുണ്ട്. ആരും എന്നെ ചതിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പൈസ തരാതെ ഒരു കൂട്ടർ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, പോട്ടെ എന്ന് വിചാരിക്കാം. ഞാൻ കഴിഞ്ഞ ജന്മം വല്ലതും കൊടുക്കാനുള്ള ബാക്കി ആയിരിക്കാം ഒരു പക്ഷേ.
ഈ കടം ചോദിച്ച് കൊടുക്കുന്നവർ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തരണമെന്ന് പറയുമ്പോൾ അവരോട് അല്പമൊക്കെ ഒരു നന്ദി നമ്മൾക്ക് എന്നും ഉണ്ടായിരിക്കണം. ഒരു പ്രാവശ്യം കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുത്താലേ ഇനി ഒരു നേരം നമ്മൾ പോയാൽ അവർ തരുള്ളൂ നമുക്ക്. അത് നമ്മളുടെ മനസ്സിൽ എന്നും വേണം. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇന്ന സമയത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് തരാൻ പറ്റില്ല, കുറച്ചുകൂടി സമയം വേണമെന്ന് പറയാനുള്ളൊരു സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ വളരെ മോശമാണ്, വളരെ വളരെ മോശമാണ് കേട്ടോ അത്. ഇപ്പം ഞാൻ എന്താ അറിയുക ചെയ്യണം, അഥവാ ആരെങ്കിലും തീരെ പാവങ്ങൾക്ക് ഒരു ഭക്ഷണം ഇല്ലാത്തവർക്ക് എന്താ ഒരു ഊണ് കഴിക്കാൻ ഒരു ഭക്ഷണങ്ങൾ എന്താ പറയുക അരിയോ സാധനങ്ങളോ ഇല്ലാത്തവർ അങ്ങനെ ചോദിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കൊച്ചിന് അസുഖമായിട്ട് ആരെങ്കിലും ഓടി വരുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോലും വിശ്വസിക്കരുത് കേട്ടോ. അതൊക്കെ നല്ല വിശ്വാസം വേണം. എന്നോട് ഇതുപോലെ ഒരു 10,000 ഉറുപ്പ്യ ഒരു പരിചയമുള്ള ഒരു പയ്യനാണ്. ആ പയ്യൻ ഇതുവരെ പൈസയൊന്നും ചോദിച്ചിട്ടില്ല. എപ്പോഴും ചന്ദനക്കുറിയൊക്കെ ഇട്ട് ചന്ദനപ്പൊട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഉള്ളവരെ തന്നെ സംശയിക്കണം കേട്ടോ. നമ്പർ 1 തരികടകളാണ് ഈ 100-ൽ 99% ഈ ചന്ദനപ്പൊട്ടും കുങ്കുമപ്പൊട്ടും ഇട്ട് നടന്നു കഴിഞ്ഞാൽ അവരൊക്കെ വലിയ സത്യസന്ധരാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരാണ്. വായ പൊളിച്ചാൽ നുണയെ പറയുള്ളൂ. തരികടകൾ എല്ലാം ഉണ്ട്. അതിനൊരു മറയാക്കിയിട്ടാണ് ഈ ചന്ദനക്കുറി ഇട്ട് നടക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ലാത്തവരുണ്ട് കേട്ടോ, സത്യസന്ധമായി ജീവിക്കുന്നവരും. അതൊരു ഐശ്വര്യമാണ്. അതിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ പിറകിലുണ്ട്. പക്ഷേ എല്ലാവരും ഞാൻ ആക്ഷേപിക്കുന്നതല്ല. പെട്ടെന്ന് എന്നോട് ചേച്ചി എനിക്കൊരു 10,000 രൂപ ഉണ്ടാവുക തരാം, കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പൈസ ഇല്ല, എത്ര 30,000 രൂപ എന്തോ ആണ് പറഞ്ഞത്. ഒരു 10,000 രൂപയെങ്കിലും ചേച്ചി തന്നാൽ ബാക്കി ഭാര്യയുടെ മാലയുണ്ട് വെക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു നമുക്ക് ഇത്ര കാലമായിട്ട് പരിചയമുള്ള പയ്യനാണ്, ഇതുവരെ ഒന്നും നമ്മളോട് പൈസയും ചോദിച്ചില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുട്ടിയുടെ ജീവൻ്റെ കാര്യമല്ലേ, ഡോക്ടർ സീരിയസ് ആണെന്നാണ് പറഞ്ഞിരിക്കണത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ആ കുട്ടിയെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടിയുടെ മുഖമൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു കേട്ടോ. ശരി, ഒരു നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പൈസ കൊടുത്തു. ഇത്രാം തീയതി തരാമെന്ന് പറഞ്ഞാൽ 1 മാസം സമയം പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് വിളിയേയില്ല. അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വിളിക്കാറുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ആ പറഞ്ഞ് ഡേറ്റ് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കട്ട് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞിട്ട് ആ ഫോൺ നമ്പറേ നിലവിലില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ കുട്ടിയുടെ വീട് ഇന്ന സ്ഥലത്താണെന്നറിയാം, പേരും അറിയാം എനിക്ക്. ശരിക്കും ഞാൻ വീടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വിട്ടാൽ ശരിയില്ല, ചെറിയ എമൗണ്ട് ഒന്നുമല്ലല്ലോ, 10,000 രൂപയല്ലേ. അപ്പം ഞാൻ ആ സ്ഥലത്ത് പോയിട്ട് ആ കുട്ടിയുടെ പേര് വെച്ച് അന്വേഷിച്ചു. ഒരു ഡ്രൈവറെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ട്രാവലറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്വേഷിച്ചപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ വീട് പറഞ്ഞു തന്നു. ഞാൻ ആ വീട്ടിൽ പോയി ഭാര്യയെ കണ്ടു. ഭാര്യ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഓപ്പറേഷനോ, എൻ്റെ കുട്ടി സുഖമായിട്ട് ഇരിക്കുകയാണ് ചേച്ചി, ഒരു പ്രശ്നമില്ല, ഇന്ന് വരെ എൻ്റെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഭാര്യ ഏത് നേരം കുട്ടിയുടെ കയ്യിലാണ്, ഭയങ്കര വിഷമത്തിലാണ്, ആരോട് സംസാരിക്കാനുള്ള ഒരു മൂഡൊന്നും ഭാര്യയ്ക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളും ആ സമയത്ത് നമുക്കും അറിയാലോ, നമ്മുടെ മക്കൾക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായിട്ടോ. സ്വന്തം മക്കൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ട് പൈസ വാങ്ങുക, എന്ത് മനുഷ്യന്മാരാണ് നോക്കൂ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എത്രയാണ് വാങ്ങിയത്, പലിശക്കാണോ ചോദിച്ചു. അല്ല, പലിശക്കൊന്നുമല്ല, ഞാൻ അങ്ങനെ കടം കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ആ പയ്യൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഞാൻ ആ വീട്ടിൽ പോകും കണ്ടുപിടിക്കും എന്നുള്ളതൊന്നും ആ പയ്യൻ വിചാരിച്ചില്ല. അവസാനം എൻ്റെ നമ്പറൊക്കെ ആ കുട്ടി ഭാര്യ വാങ്ങി വെച്ചു. ഞാൻ വിളിക്കാം, ഹസ്ബൻഡ് ഊണ് കഴിക്കാൻ വരും, എന്നിട്ട് ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അവസാനം പയ്യനാകെ വല്ലാതായത്ര. ആ കുട്ടി ഭാര്യ ഇതൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ 10,000 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടി വല്ലാതെ പരിഭ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ഭാര്യയാണ് കേട്ടോ എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ തിരിച്ച് എനിക്ക് പൈസ വാങ്ങി തന്നു. അപ്പോൾ പൈസയ്ക്ക് വേണ്ടി ആ കുട്ടിയുടെ ഓപ്പറേഷനൊന്നുമല്ല അത് വാങ്ങിയത്, വേറെ എന്തിനോ ആണ് വാങ്ങിയത്. നമ്മളും അതിന് നിന്ന് കൊടുത്തു. ഇങ്ങനെയൊക്കെ നുണ പറയുന്ന ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ അറിയണത്.
അതിനുശേഷം അങ്ങനെ ഒരു കേസൊന്നും വന്നിട്ടില്ല. അഥവാ ഇനിയിപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നാലും നേരിട്ട് ശരി ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ കൊടുക്കാമല്ലോ, ഉറപ്പ് വരുത്തിയ ശേഷം പൈസ കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ മെഡിക്കൽ പിന്നെ പ്രിസ്ക്രിപ്ഷനും ഒക്കെ കൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണം മക്കളെ, വലിയ വലിയ എമൗണ്ട് ഒന്നും ആരെയും വിശ്വസിച്ച് കൂടപ്പറപ്പുകളെ പോലും വിശ്വസിച്ച് കൊടുക്കരുത് കേട്ടോ. പിന്നെ അവരെ പറ്റി അത്ര നല്ല ബോധമായിരിക്കണം. അവർ തരും, നമ്മളെ ചതിക്കില്ല എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരാവശ്യത്തിന് വേണ്ടി വെച്ച പൈസ ഒരിക്കലും അവർ പറഞ്ഞ ഡേറ്റിന് തരുന്നു വിശ്വസിച്ച് നിങ്ങൾ ആരും കൊടുക്കരുത്. പിന്നെ ശരി കുഴപ്പമില്ല, ചെറിയ ചെറിയ എമൗണ്ടാണ്, ഇനിയിപ്പോൾ അത് തിരിച്ച് തന്നില്ലെങ്കിലും വിരോധമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളൂ. അത് പ്രശ്നമില്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ അവർ തിരിച്ചു തരുന്നു. അല്ലാതെ തിരിച്ചു തരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരാൾക്ക് ഒരു പൈസയും കൊടുക്കണ്ട. കിട്ടിയ ഭാഗ്യം അത്രമാത്രം വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ലെങ്തായി പോകും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.